നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിച്ചാലോ? നമ്മുടെ പെട്ടി പൊട്ടി. സത്യത്തില് ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഇച്ചായൻ്റെ ഒരു ഫ്രണ്ട് തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായി. അപ്പം ആ ഫ്രണ്ടിനോട് ചോദിച്ചു വീട്ടിൽ നിന്ന് കുറച്ച് സാധനം കൊടുത്തു വിട്ടാൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് എൻ്റെ പപ്പ ചെങ്ങന്നൂർ കൊണ്ട് സാധനങ്ങൾ കൊണ്ട് കൊടുത്തു. ഭദ്രമായിട്ട് അവനത് ഇവിടെ കൊണ്ടുവന്ന് തന്നു. ഫ്രണ്ട് ആരാ? ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ അനീഷ് കുട്ടൻ. നമുക്കിനി പെട്ടി പൊട്ടിക്കാം. ഇതൊക്കെയോ പുറത്തോട്ട് മണമുണ്ട്. ഇത് ഞാൻ സത്യത്തില് ഐക്യെന്ന് മേടിച്ച ബാഗാണേ. ഇത് ഓൺലൈനിൽ ഐക്കാന്ന് പറഞ്ഞ ബ്രാൻഡ് മേടിച്ചാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അപ്പം വീട്ടിലന്നേരം അയക്കാനുള്ള നല്ല ബാഗ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം ജസ്റ്റ് വരുന്നത് എങ്ങനെ ഉണ്ടെന്ന് കാണാനായിട്ട് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ഇതിന് 365 രൂപയായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞെടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ വില 200 എത്രയോ ആയി, 280 എന്തോ ആയി. ഇപ്പം എത്രയാണെന്ന് എനിക്കറിയത്തില്ലേ. എന്തുവാണെങ്കിലും പക്ഷെ നല്ല കട്ടിയുള്ളതാ. ഇത് പൊട്ടിപ്പോകുന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. കാരണം ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം വെയിറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തൂക്കിയപ്പോൾ 18.5 കിലോ ഉണ്ടെന്നാ പറഞ്ഞത് ഈ സാധനം എല്ലാം കൂടെ. സിബൊക്കെ നമുക്ക് പൊട്ടിക്കാം, ഓരോന്നായിട്ട് എടുക്കാം. ഇത് ചക്കയാണ്. ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചക്കയില്ലേ, ഈ പേപ്പറിൽ പൊതിഞ്ഞപ്പോഴത്തേക്ക് ഒരിതായി. നോക്കട്ടെ, പൊട്ടിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെ ഇരിക്കുന്ന. ഇതെവിടെ ഇരിക്കട്ടെ. പഴുത്തു പോയോ? ചക്ക നമ്മുടെ ഈ ചക്കയാ, എന്താ ചീമച്ചക്ക. അത് ലാസ്റ്റ് എടുക്കാം. കൈ ഇപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കട്ടെ. പിന്നെ കുഴലപ്പം, ഒരു ചക്ക നന്നായിട്ടിരിക്കുന്നുണ്ട്. മറ്റേത് ഒരിച്ചിരി പഴുത്തു പോയി. അത് കുഴപ്പമില്ല, പുഴുങ്ങാൻ നല്ലതാ. ഇത് പനങ്കൽക്കണ്ട്, പപ്പടം, ചിപ്സ്, ഇത് എന്താ മാവുണ്ട, അച്ചാറ് വെൽ പാക്ഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി തൂകിയിട്ടുണ്ടെങ്കിലും പുറത്തൊന്നും പറ്റിയിട്ടില്ല. ശർക്കര. ഇതൊന്നും ഇവിടെ കിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടിയാലും നമ്മുടെ നാട്ടിലെ ആ ഒരു രുചി വരില്ല കേട്ടോ. ഇതും അതുപോലെ ശർക്കരയും പൊട്ടിച്ചാലേ അറിയത്തുള്ളൂ, വേറെന്തോ ആണ്. പിന്നെ നാൽപ്പാമരി രാധികേരം, ചക്ക ഉണക്കിയത് നമുക്ക് പെരട്ടാനൊക്കെ ചെയ്യാം. ഇത് മാങ്ങ ഉണങ്ങിയത്, കൊണ്ടാട്ടമുളക്, ഇത് അട, പ്രഥമൻ ഉണ്ടാക്കാനായിട്ടുള്ള അട, ഉപ്പുമാങ്ങ, രാമച്ചം, പിന്നെ ഇതെന്റെ നാത്തൂന്റെയും എൻ്റെ ചേട്ടൻ്റെയും നിയൽമോൻ്റെയും വകയുള്ള സമ്മാനമാണ്. ഇത് പൊട്ടിച്ചാലേ ഇതിൽ എന്താണെന്ന് അറിയത്തുള്ളൂ. ഇത് പൊട്ടിക്കുന്ന വേറൊരു ബ്ലോഗിലിടാം. ഇതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ.
ഇതാ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതായിരുന്നു. ഇത് അമ്മയുടെ വകയാണ്, അച്ചപ്പം വീട്ടിലുണ്ടാക്കിയത്. നല്ല സ്പേഷ്യസ് ആയിട്ട് സ്ഥലമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങള്. അപ്പം ഇത് അയച്ച അമ്മയ്ക്കും പപ്പായ്ക്കും, പിന്നെ ഇത് ബഹ്റിനിൽ നിന്നുള്ള സാധനമാണ്, പിന്നെ ഇത് ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിക്കാൻ മനസ്സ് കാണിച്ച അനീഷിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ കുറെ ആളുകൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ളതാണ് നമ്മുടെ ഒരു ബലം. അപ്പൊ ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുക. ദാറ്റ്സ് ഓൾ. ബൈ ബൈ. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ. സീ യു.